ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ യോജിക്കുന്നതിനെയാണ് സംഘടന. വേറെ നമുക്ക് ഐഹികമായ താല്പര്യങ്ങളൊന്നുമില്ല. ഈ കൂട്ടായ്മയിൽ ചേരുന്നതോടുകൂടി നേട്ടങ്ങളൊക്കെ ആക്കാം നമ്മൾക്ക് തന്നെയാണ്. ഇത് വേറെ ആർക്കും വേണ്ടിയാണ് എന്ന് കരുതിയാൽ നമുക്കുണ്ടാവില്ല ഉന്മേഷമാണ്. നമ്മളിപ്പോ ഈ മീറ്റിങ്ങിന് വന്നതിന്റെ എല്ലാ നേട്ടവും ആർക്ക് തന്നെയാണ്? നമ്മൾക്ക്. സംഘടനാ പ്രവർത്തനത്തിലൂടെ ഒരു പ്രവർത്തകന് ധാരാളം നേട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ആദർശ സംരക്ഷണം. ആദർശ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല. അല്ലാഹു തആല ദിവസവും നമ്മളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യമാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. 1, 2, 10 അല്ല, നിർബന്ധമായും 17. സുന്നത്തായ നിലക്ക് വേറെ ഒരുപാട് തവണ. എന്തിനാ അല്ലാഹു തആല അങ്ങനെ കൽപ്പിച്ചത്? അത് മുഖ്യ വിഷയമാണ്. ഹിദായത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുക എന്നത് ഈ കാലഘട്ടത്തിൽ ചില്ലറ ജോലിയല്ല. നിങ്ങളൊന്ന് വെറുതെ പരിസരം വിളിച്ചു. നമ്മളോട് ഈ ഹിദായത്ത് പ്രസംഗിച്ച് നടന്നിരുന്ന ആളുകൾ വേണ്ടത് ഒരു പുറത്താണ്. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത പല ആളുകളും വഴിതെറ്റി പോകുന്നത് ആരാണ്? വൈകുന്നേരം മുസ്ലിമായി അങ്ങാടിയിൽ പോയവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഈമാനില്ലാതെ. രാവിലെ പുറത്തിറങ്ങുമ്പോൾ ഈമാൻ ഉണ്ടായിരുന്നവൻ വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ ഈമാൻ ഇല്ലാത്തവനായി പോകും. അവസാന വാക്കുകൂടെ പറഞ്ഞു, ഭൗതികമായ നാണയത്തുട്ടുകൾക്ക് വേണ്ടി മതം വിൽക്കുന്ന ആളുകൾ ഉണ്ടാക്കുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിന് വേണ്ടി അല്ലാതെ ഈ കോലത്തിൽ പറഞ്ഞ് നർമ്മാരി നടക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കാലത്ത് നമ്മളെ കൈവെള്ളയിൽ ഒരു വാതിലടിച്ചിരിക്കാതെ ഒന്നും കേൾക്കുന്നില്ല, ഒരു വാതിലും പോണില്ല, ഒരു പ്രസംഗം കേൾക്കാൻ പോണില്ല. പൊരയിലിരുന്ന് ഈ സാധനത്തിന് നോക്കിയാൽ തന്നെ പോരെ ഈമാൻ തെറിച്ചു പോകാൻ. അതിനുമാത്രമുള്ള സംഗതികൾ നമ്മളെ കൈവെള്ളയിലേക്ക് ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു മാർഗത്തിൽ ഉറച്ചിട്ട് തലയിലേക്കുമ്പോൾ ചില ജോലിക്ക് പോകണം, കല്യാണം വരാൻ പോണവരുണ്ട്, പലതിന് പോണൊക്കെ. ഈ വന്ന ആളുകൾ അങ്ങനെ നമുക്ക് ഒറ്റ ലക്ഷ്യം, ഒരു ലക്ഷ്യത്തിന് വേണ്ടി വ്യത്യസ്ത വ്യക്തികൾ സംഘടിക്കുന്നതിനെയാണ് നമ്മൾ സംഘടന എന്ന് പറയുന്നത്. നമ്മളെ ലക്ഷ്യം എന്താണ്? നമ്മളെ ലക്ഷ്യം പാരത്രിക വിജയമാണ്. പരലോകത്ത് നമുക്ക് വിജയിക്കണം. ദുനിയാവിൽ അല്ലാഹുവിന്റെ ഖലീഫമാരായി നമുക്ക് ഇവിടെ ജീവിക്കുകയും ചെയ്യാം. ഇത് രണ്ടും സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ചേർന്നത്.